ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് ബാലൻസിങ് ആണ്. സോ അപ്പോൾ അതിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിങ് വരുന്നുണ്ട്. സോ അപ്പോൾ അതിൽ അതേപോലെ തന്നെ എന്താണ് ബാലൻസിങ് ഓഫ് മാസസ് ഇൻ സെയിം പ്ലെയിൻ. ഇപ്പോൾ റൊട്ടേറ്റിംഗ് മാസസ് ഇൻ സെയിം പ്ലെയിൻ, അതേപോലെ തന്നെ റൊട്ടേറ്റിംഗ് മാസസ് ഇൻ ഡിഫറൻറ്റ് പ്ലെയിൻ. അപ്പോൾ സെയിം പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മാസസ് വരുമ്പോൾ ഉള്ള ബാലൻസിങ്, അതേപോലെ തന്നെ എന്താണ് ഇനി ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് റൊട്ടേറ്റിംഗ് മാസസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസിങ്, ദെൻ റെസിപ്രോക്കേറ്റിംഗ് മാസസിൻ്റെ ബാലൻസിങ്, ലോക്കോമോട്ടീവിൻ്റെ ബാലൻസിങ്, പിന്നെ ഇഫക്റ്റ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് വരുന്നുണ്ട്, അനലിറ്റിക്കൽ സൊല്യൂഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നോക്കാം. Often an unbalanced force is produced in a rotary or reciprocating machinery due to inertia force associated with the moving masses. സോ ഇപ്പോൾ ഒരു റോട്ടറി അല്ലെങ്കിൽ ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് മോഷൻസാണ് വരുന്നത്. ഒന്ന് എന്താണ് റൊട്ടേഷണൽ മോഷൻ, ദെൻ ലീനിയർ മോഷൻ. അതിനെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയാം. സോ ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിനകത്ത്, റോട്ടറി മെഷീനോ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മെഷീനകത്ത് എന്ത് ചെയ്യാം, അൺബാലൻസ് ഫോഴ്സസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ദ ഇനേഷ്യ ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് മൂവിങ് മാസസ്. അപ്പോൾ അതിനകത്ത് മൂവിങ് മാസസ് ഉണ്ടെങ്കിൽ അത് കാരണം എന്തുണ്ടായിരിക്കും, ഒരു ഇനേഷ്യ ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ അതുകൊണ്ട് എന്തുണ്ടായിരിക്കും, അൺബാലൻസ്ഡ് ഫോഴ്സ് ഓരോ മെഷീൻസ്, റൊട്ടേറ്റിംഗ് മെഷീൻസിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിനകത്തോ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇപ്പം ബാലൻസിങ് ഈസ് പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓർ മോഡിഫൈയിങ് മെഷീനറി സോ ദാറ്റ് ദ അൺബാലൻസ് ഈസ് റെഡ്യൂസ്ഡ് ടു an acceptable level and if possible is eliminated entirely. സോ ഇപ്പോൾ നമ്മൾ ബാലൻസിങ് എന്തിനാണ് ചെയ്യുന്നത്, സോ അപ്പോൾ സിസ്റ്റം ബാലൻസ് ആവാൻ വേണ്ടി. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു അൺബാലൻസ് ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, പറ്റാവുന്നിടത്തോളം റെഡ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ തിയറട്ടിക്കൽ കൺസെപ്റ്റ് ഇതാണ്. എന്താണ്, ആക്സലറേറ്റിംഗ് മാസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇനേഷ്യ ഫോഴ്സസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു ഇനേഷ്യ ഫോഴ്സസ് കാരണം എന്ത് സംഭവിക്കും, റെസിപ്രോക്കേറ്റിംഗ് മെഷീനിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോട്ടറി മെഷീനിലൊക്കെ എന്തുണ്ടായിരിക്കും, അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു മെഷീൻ എന്തായിരിക്കില്ല, സ്റ്റേബിൾ ആയിരിക്കില്ല. സോ ഇപ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പാർഷ്യലി അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റ്ലി ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ അതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. എ പാർട്ടിക്കിൾ ഓർ മൂവിങ് മാസ് ഇൻ എ സർക്കുലർ പാത്ത് എക്സ്പീരിയൻസ് എ centripetal acceleration and a force is required to produce it. സോ അപ്പോൾ ഇങ്ങനെ റൊട്ടേഷണൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് റൊട്ടേഷണൽ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എ പാർട്ടിക്കിൾ ഓർ മാസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് എക്സ്പീരിയൻസ് ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ്റെ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിലൂടെ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുന്ന ഒരു മാസ്. സോ അതിനെന്തായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടായിരിക്കും. തന്നെ ഈ ഒരു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും അത്, സോ ഇപ്പോൾ ഈ ഒരു ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ് റിക്വയർഡ് ആണ്. ഞാൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്സ് ആക്ട് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് നോൺ ആസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, സോ ഇപ്പോൾ ആക്സലറേറ്റിംഗ് മാസ്, അതായത് സർക്കുലർ പാത്തിൽ ആക്സലറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന മാസ് എന്തായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. സോ അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ അതിനെന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ദിസ് ഈസ് എ ഡിസ്റ്റർബിങ് ഫോഴ്സ്. സോ ഇപ്പോൾ അതെന്താണ്, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് റേഡിയൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്, ഇറ്റ്സ് എ ഡിസ്റ്റർബിങ് ഫോഴ്സ് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. The magnitude of which is constant but direction changes with the rotation of mass. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യല്ല, മാസ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡയറക്ഷൻ എന്തായിരിക്കും, ചേഞ്ച് ചെയ്തു, അതായത് 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇൻ എ റിവോൾവിംഗ് റോട്ടർ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് remain balanced as long as the center of mass of rotation lies on the axis of shaft. അപ്പോൾ ഈ ഷാഫ്റ്റ് ആക്സിസും അതേപോലെ തന്നെ ഈ ഒരു റോട്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താണ്, കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെ എന്തായിരിക്കും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും. വെൻ ഷാഫ്റ്റ്
when the center of mass does not lie axis or there is a eccentricity and unbalanced force is produced. സോ ഇപ്പോൾ എന്താണ് എസെൻട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ റോട്ടോറിൻ്റെ സെൻറ്റർ ഓഫ് മാസും നമ്മുടെ ആക്സിസിൻ്റെ സെൻറ്റർ ഓഫ് മാസും എന്താണ് കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ലൈനിലല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു എസെൻട്രിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായിരിക്കും? അൺബാലൻസ്ഡ് ആയിരിക്കും. This type of unbalance is very common. For example, in a steam turbine, rotor, engine, crankshaft, rotary compressors and centrifugal pumps. സോ അതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? സ്റ്റീം ടർബൈനകത്ത്. സോ അപ്പോൾ നമ്മുടെ സ്റ്റീം ടർബൈനകത്ത് എങ്ങനെയായിരിക്കും? അതിനകത്ത് എന്തായിരിക്കും? ഇപ്പോൾ ഈ ഒരു റോട്ടോറിൽ അല്ലെങ്കിൽ ഷാഫ്റ്റിനകത്ത് ബ്ലേഡ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റ്, അതേപോലെ തന്നെ ഇപ്പോൾ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് പറയുമ്പോൾ അതിനകത്ത് റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് റോട്ടറി കംപ്രസർ. സോ ഇപ്പോൾ റോട്ടറി കംപ്രസറിൻ്റെ കേസ്. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ബ്ലേഡ്സ് ഉണ്ടായിരിക്കും. സോ അപ്പോൾ ഈ ഒരു കേസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അൺബാലൻസ്ഡ് ഫോഴ്സസിന് എക്സാമ്പിളായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ എന്താണോ ജസ്റ്റ് ഒന്നുമില്ല, സോ സർക്കുലർ പാത്തിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു മാസിന് എന്തുണ്ടായിരിക്കും? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. സോ ഇപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ ഇപ്പോൾ എന്തായിരിക്കും? അൺബാലൻസ്ഡ് ആയിരിക്കും. ഏത് കണ്ടീഷനിൽ? സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി റൊട്ടേറ്റിംഗ് മാസ് ആൻഡ് ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് റിമെയിൻ സെയിം, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും ഈ മാസ്. ദെൻ എസെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ അൺബാലൻസ്ഡ് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ എന്താണ്? ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ചേഞ്ച് ഉണ്ടായിരിക്കും. പക്ഷേ മാഗ്നിറ്റ്യൂഡ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. മോസ്റ്റ് ഓഫ് സീരിയസ് പ്രോബ്ലം എൻകൗണ്ടേർഡ് ഇൻ ഹൈ സ്പീഡ് മെഷീനറി ആർ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സസ്. ഈ ഒരു ഹൈ സ്പീഡ് മെഷീനറിനകത്തൊക്കെ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണമായിരിക്കും. ദീസ് ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ഫ്രെയിം ബൈ മൂവിങ് മെഷീൻ മെമ്പേഴ്സ് ആർ ടൈം വാരിയിങ്, then impart vibratory motion to the structural integrity of the machine foundation. Vibratory motion to the frame and produce noise. സോ അപ്പോൾ എന്തായിരിക്കും? ഈ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട് എന്തുണ്ടാവും? ഈ ഒരു സോ അപ്പോൾ അതിലെ മെഷീനിലെ മൂവിങ് മെമ്പേഴ്സ് കാരണം എന്തുണ്ടായിരിക്കും? ഈ ഫ്രെയിം, മെഷീൻ്റെ ഫ്രെയിമിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഷുഡ് ബി ടൈം വേരിങ്. ദെൻ ഇമ്പാർട്ട് വൈബ്രേറ്ററി മോഷൻ ടു ദി ഫ്രെയിം ആൻഡ് പ്രൊഡ്യൂസ് നോയ്സ്. സോ ഇപ്പോൾ അതേപോലെ തന്നെ എന്താണ്? ഈ ഒരു ഫ്രെയിമിൽ വൈബ്രേറ്ററി മോഷൻ ഇമ്പാർട്ട് ചെയ്യും, അതേപോലെ തന്നെ എന്താണ്? നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓൾസോ അടുത്ത കേസ് ദർ ആർ ഹ്യൂമൻ ഡിസ്കംഫർട്ട് ആൻഡ് detrimental effects on machine performance and the structural integrity of the machine foundation. സോ അപ്പോൾ എന്താണ്? ഹ്യൂമൻ ഡിസ്കംഫർട്ട്, അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ പെർഫോമൻസ്, അതുപോലെ തന്നെ എന്താണ്? അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ, ഇതൊക്കെ എന്താണ്? ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണം എഫക്റ്റ് ചെയ്യും. ദ മോസ്റ്റ് കോമൺ അപ്രോച്ച് ടു ബാലൻസിങ് ഈസ് ബൈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് വിച്ച് മേ ബി അക്കംപ്ലിഷ്ഡ് ബൈ അഡീഷൻ ഓർ റിമൂവൽ ഓഫ് മാസ് ഫ്രം വേരിയസ് മെഷീൻ മെമ്പേഴ്സ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക? ഓക്കെ, നമ്മൾ എങ്ങനെയാണ്? റൊട്ടേറ്റിംഗ് മാസസ് കാരണമാണല്ലോ എന്ത് ചെയ്യുക? അൺബാലൻസ് ഉണ്ടാകുന്നു. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റിംഗ് മാസസിനെ ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഓക്കെ, ടു ബേസിക് ടൈപ്പ് ഓഫ് അൺബാലൻസ്: റൊട്ടേറ്റിംഗ് അൺബാലൻസ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് അൺബാലൻസ് വിച്ച് മേ ഒക്വർ സെപ്പറേറ്റ്ലി ഓർ ഇൻ കോമ്പിനേഷൻ. അപ്പോൾ അതിലെന്താണ്? രണ്ട് ബേസിക്കായിട്ട് വരുന്ന രണ്ട് അൺബാലൻസ് എന്ന് പറയുന്നത് ഒന്ന് റൊട്ടേറ്റിംഗ് അൺബാലൻസും അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് അൺബാലൻസുമാണ് വരുന്നത്. അതെ, അല്ലെങ്കിൽ എന്താണ്? വിച്ച് മേ ഒക്വർ സെപ്പറേറ്റ്ലി ഓർ ഇൻ കോമ്പിനേഷൻ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അൺബാലൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അൺബാലൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാലൻസിങ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. സോ അപ്പോൾ അൺബാലൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി സ്റ്റാറ്റിക് ബാലൻസിങ് എന്താണെന്ന് നോക്കാം. എ സിസ്റ്റം ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ബാലൻസ് ഇഫ് കമ്പൈൻഡ് മാസ് സെൻറ്റർ ഓഫ് സിസ്റ്റം ലൈ ഓൺ എ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാസ് സിസ്റ്റം അതെന്താണ്? അത് ബാലൻസ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് സ്റ്റാറ്റിക് ബാലൻസിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ഇഫ് കമ്പൈൻഡ് മാസ് സെൻറ്റർ ഓഫ് ദ സിസ്റ്റം ലൈ ഓൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കമ്പൈൻഡ് മാസ് സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ലൈ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ എസെൻട്രിസിറ്റി ഉണ്ടാവാൻ പാടില്ല എന്ന്. ഓക്കെ,
അടുത്തത് സോ പിന്നെ നമുക്ക് എന്താണ് ജസ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അപ്പോൾ അതിനകത്തൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് നോക്കുക. സോ ഓക്കെ, ഇതിൽ എന്താണ് ഇത് എക്സ് ആക്സിസും സെഡ് ആക്സിസും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ M1 മാസ്, M2, M3, MC എന്ന് പറഞ്ഞിട്ട് എന്താണ് 4 മാസ് കൊടുത്തിട്ടുണ്ട്. സോ shows a rigid rotor revolving with a constant angular velocity of omega radian per second. A number of mass say 3 are depicted by point masses at different radii in same transverse plane. They may represent different kinds of rotating masses such as turbine blades, eccentric discs. If M1, M2, M3 are masses revolving at radii R1, R2, R3 respectively in same plane, then each mass produces centrifugal force acting radially outward from axis of rotation. Let F be the vector sum of these forces. സോ അപ്പോൾ എന്താണ് ഇവിടെ നമുക്കെന്താണ് ഒരു ജസ്റ്റ് കൺസിഡർ ചെയ്യുക. നമുക്ക് ഇതെന്താണ് ഒരു ബ്ലേഡ് സിസ്റ്റം അല്ലെങ്കിൽ എസെൻട്രിക് ഡിസ്കൊക്കെ ആവാം. സോ അപ്പോൾ അതിലെന്താണ് 3 മാസസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെയിം ലൈനിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 3 മാസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഡിഫറെൻറ്റ് റേഡിയായി. സോ ഇപ്പോൾ മാസ് M1, M2, M3 ആണ്. ദെൻ അതിൻ്റെ റേഡിയസ് വരുന്നത് R1, R2, R3 റേഡിയസ് ആണ്. ദെൻ അതിൻ്റെ സ്പീഡ് വരുന്നത് ആംഗുലർ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയാണ്. ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെക്ടർ സം ഓഫ് ഫോഴ്സ് വരുന്നത് MR ഒമേഗ സ്ക്വയർ ആണ്. സോ സം ഓഫ് MR ഒമേഗ സ്ക്വയർ നമുക്ക് എടുക്കാം. സോ M1 R1 ഒമേഗ സ്ക്വയർ പ്ലസ് M2 × R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 × R3 ഒമേഗ സ്ക്വയർ. ഇതാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു 3 ഓരോ മാസം എന്താണ് റേഡിയൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു F തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഇക്വേഷൻ ദ റോട്ടർ ഈസ് സെഡ് ടു ബി സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ഇഫ് ദ വെക്ടർ സം ഓഫ് F ഈസ് 0. സോ ഇപ്പോൾ എന്താണ് ഇത് ബാലൻസ്ഡ്, സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വെക്ടർ സം ഓഫ് ദി centrifugal force should be equal to 0. If F is not 0, the rotor is unbalanced, then introduce a counterweight, balance weight of mass ME at radius RC to balance the rotor so that നമ്മൾ എന്ത് ചെയ്യണം, വെക്ടർ സം 0 അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊരു കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്യുക, ഒരു MC. സോ ഇപ്പോൾ അതിൽ നമ്മളെന്താണ് ഒരു RC ഡിസ്റ്റൻസിൽ MC എന്ന് പറയുന്ന ഒരു മാസ്, ഒരു കൗണ്ടർ മാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ M1 R1 ഒമേഗ സ്ക്വയർ പ്ലസ് M2 R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 ഒമേഗ സ്ക്വയർ പ്ലസ് MC RC ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിലെന്താണ് ഒമേഗ സ്ക്വയർ കോമൺ ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 ഈക്വൽ ടു 0 എന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് either MC or RC ക്യാൻ ബി സെലക്റ്റഡ് ആൻഡ് of either or the other can be calculated. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ എന്താണ് തീറ്റ തന്നിട്ടുണ്ടായിരിക്കും, ദെൻ മാസ് M1, M2, M3 ഒക്കെ തന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഈ റേഡിയൽ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ് MC അല്ലെങ്കിൽ RC, അതായത് നമുക്ക് ആകെ ഒറ്റ ഇക്വേഷനെ വരുന്നുള്ളൂ. സോ ഇപ്പോൾ ഇതിലെന്താ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യുക, അതായത് ഒരു അണ്ണോണേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ R ചൂസ് ചെയ്യുക അല്ലെങ്കിൽ M ചൂസ് ചെയ്യുക, അതായത് കൗണ്ടർ മാസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടർ മാസിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ഇപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ വെക്ടർ സം എന്തായിരിക്കണം, 0 ആണെന്ന് പറഞ്ഞാൽ ബാലൻസ് ആണെങ്കിൽ. സോ നമുക്ക് സിഗ്മ MR ഈസ് ഈക്വൽ സിഗ്മ MR പ്ലസ് MC ഇൻറ്റു RC ഈക്വൽ ടു 0 എന്നത്. ദിസ് ഇക്വേഷൻ ക്യാൻ ബി സോൾവ്ഡ് ഐദർ മാത്തമാറ്റിക്കലി ഓർ ഗ്രാഫിക്കലി. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക, അതേപോലെ തന്നെ ഗ്രാഫിക്കലി എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ഈസിയാണ്. ദെൻ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്ന അങ്ങനെ നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് സം ഓഫ് ദി ഗിവൺ മാസസ്. സോ ഇപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് 3 മാസ് തന്നിട്ടുണ്ട്. സോ അപ്പോൾ അവരുടെ സമ്മാണ് ഈ ഒരു MR കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ MR ഇൻറ്റു കോസ് തീറ്റ പ്ലസ് MC RC ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ദെൻ MR സൈൻ തീറ്റ പ്ലസ് MC RC ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. എന്ത് ചെയ്യുക, നമ്മളിതിനെ 2 കമ്പോണൻ്റ് ആയിട്ട് X ആൻഡ് Z കമ്പോണൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ദെൻ ഇതിൽ നമുക്ക് എന്തെന്ന് കിട്ടും, MC ഇൻറ്റു RC കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സമ്മേഷൻ
എം ആർ കോസ് തീറ്റ. അതേപോലെ തന്നെ MCRC സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സമ്മേഷൻ ഓവർ MR ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിനെന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും, സോ MCRC കോസ് തീറ്റ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് MR സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് 1 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സം ഓഫ് MR കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് സം ഓഫ് MR സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. സോ അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, M ഇൻറ്റു R എന്നുള്ള വാല്യൂ കിട്ടും ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ നമുക്ക് എന്താണ് MR എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലെ ഓരോ മാസം റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. ദെൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ സമ്മ് എടുക്കുക. ദെൻ കോസ് കമ്പോണൻറ്റിൻ്റെ എടുക്കുക. പിന്നെ അടുത്തത് സൈൻ കമ്പോണൻറ്റ്സ് എടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, നമുക്കതിൽ ടാൻ തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, y/x ആണ് നമ്മൾ സാധാരണ കാണുക. സോ എന്ത് ചെയ്യുക, സൈൻ കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ കോസ് കമ്പോണൻറ്റ് ചെയ്യുക. ദെൻ the signs of numerator and denominator of the function identify the quadrant of triangle. സോ അപ്പോൾ ഏത് ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത് തീറ്റാസി വരുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈൻ യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ വെക്ടർ M1R1 M2R2 M3R etc. are added. If they close a loop, the system is balanced. Otherwise the closing vector will be giving MCRC. Its direction identify the angular position of counter mass relative to അതർ മാസസ്. സോ അപ്പോൾ സിമ്പിളാണ്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആയിരിക്കും. ഓക്കെ, നമ്മൾ MR എടുക്കുക, അതായത് ഫസ്റ്റ് മാസും അതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസും M1R1 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഹോറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഓക്കെ, ആ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ആ ഒരു വെക്ടർ വരയ്ക്കുക. ഓക്കെ, M1R1 എന്ന് പറയുന്ന ആ ഒരു വെക്ടർ വരയ്ക്കുക. പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, അതിൻ്റെ ഹെഡിൽ നിന്ന് M2R2 എന്ന് പറയുന്ന നെക്സ്റ്റ് വെക്ടർ F2 ഇൻറ്റു R2 ചെയ്യാം. ദെൻ ആ ഒരു വെക്ടർ എന്ത് ചെയ്യാം, M1R1 എന്ന് പറയുന്ന ഇതിൻ്റെ ഹെഡിൽ നിന്ന് ജസ്റ്റ് വരയ്ക്കുക, അതായത് ആ ഒരു ഓർഡറിൽ വരച്ച് പോവുക. ഇത്രയേ വേണ്ടുള്ളൂ. അടുത്തത് എന്ത് ചെയ്യുക, M2R2ൻ്റെ ഹെഡിൽ നിന്ന് M3R3 ആ ഒരു വെക്ടർ വരയ്ക്കുക. ദെൻ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബാലൻസ്ഡ് ആണ്. ദെൻ ക്ലോസ്ഡ് പോളിഗൺ അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അൺബാലൻസ്ഡ് ആയിരിക്കും. ദെൻ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, അതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, MCRC കിട്ടും. അപ്പോൾ നമുക്ക് അതാണ് എത്ര മാസം ആഡ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസിൽ ആഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കാരണം ഇവിടെ എന്താണ്, നമുക്ക് MC ഇൻറ്റു RCയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. സോ നമ്മൾ MO അല്ലെങ്കിൽ RO നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റേഡിയൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ കൗണ്ടർ മാസ് എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ്. ഗ്രാഫിക്കൽ സൊല്യൂഷനിലാണെങ്കിലും മാത്തമാറ്റിക്കൽ സൊല്യൂഷനിലാണെങ്കിലും എന്താണ് സെയിം, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാറ്റിക് ബാലൻസിങ് വരുന്നത്. അപ്പോൾ ഇത് ഇൻപ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെയിം പ്ലെയിനിലെ മാസ് വരുമ്പോഴാണ് ഈ കേസ് വരുന്നത്. ദെൻ ഇനി ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എന്താണ്, ഇറ്റ്സ് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ദ ആംഗുലർ പൊസിഷൻ ഓഫ് കൗണ്ടർ മാസ് റിലേറ്റീവ് ടു അതർ മാസസ്. സോ അപ്പോൾ മറ്റ് മാസത്തിന് റിലേറ്റീവ് ആയിട്ട് ഇതിൻ്റെ ആംഗുലർ പൊസിഷനാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു വെക്ടറിൻ്റെ MCRC എന്ന് പറയുന്ന വെക്ടറിൻ്റെ. സോ ഇതിൻ്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ദെൻ നമുക്ക് ഡൈനാമിക് ബാലൻസിങ് നോക്കാം. വെൻ സെവറൽ മാസസ് റൊട്ടേറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ, എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ അഡീഷൻ ടു ബീങ് ഔട്ട് ഓഫ് ബാലൻസ് also form a couples. A system of rotating mass is in dynamic balance when there does not exist any resultant centrifugal force as well as resultant couple. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻ പ്ലെയിൻ ആണ്. ഇനി എന്താണ്, ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് മാസ് എന്നുള്ള കേസിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡൈനാമിക് ബാലൻസിങ് ആവശ്യം. സോ വെൻ സെവറൽ മാസസ് റൊട്ടേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ അഡീഷൻ ടു ബീങ് ഔട്ട് ഓഫ് ബാലൻസ് ഓൾസോ ഫോം കപ്പിൾ. അപ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രമല്ല എന്തുകൂടി ഉണ്ടായിരിക്കും, ഒരു കപ്പിളും കൂടി പ്രൊഡ്യൂസ് ചെയ്യും. എ സിസ്റ്റം ഓഫ് റൊട്ടേറ്റിംഗ് മാസ് ഇൻ ഡൈനാമിക് ബാലൻസ് വെൻ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി റിസൾട്ടൻറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആസ് വെൽ ആസ് എ റിസൾട്ടൻറ്റ് കപ്പിൾ. അപ്പോൾ ഒരു
സിസ്റ്റം ഡൈനാമിക്കലി ബാലൻസ്ഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അവിടെ റിസൾട്ടൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായിരിക്കണം, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി റിസൾട്ടൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതുപോലെ തന്നെ റിസൾട്ടൻ കപ്പിൾസ് ഓഫ് റിസൾട്ടൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സോ അല്ലെങ്കിൽ റിസൾട്ടൻ കപ്പിളോ ഇതുണ്ടാവാൻ പാടില്ല, ഈ ഒരു സിസ്റ്റത്തിന് അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, അത് ഡൈനാമിക്കലി ബാലൻസ്ഡ് ആണെന്ന്. In the work that follows, the product of MR and MRL instead of MR omega square and MRL omega square usually have been referred as force and coupled respectively. It is more convenient to draw force and coupled polygon with these quantities. സോ അപ്പോൾ നമ്മളെന്താണ് ഇതിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ സെയിം പ്രൊസീജിയറാണ് ഇതിനകത്ത് കൊടുത്തിട്ടില്ലേ. ഓക്കെ, എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വേണ്ടതെന്ന്. സോ റിവോൾവിംഗ് സോ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരക്കണം. സോ ഫോഴ്സ് പോളിഗൺ എങ്ങനെ വരക്കുക, നേരത്തെ വരച്ച പോലെ തന്നെ MR വെച്ച് ചെയ്യാം. ദെൻ അടുത്തത് കപ്പിൾ പോളിഗൺ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, MRL യൂസ് ചെയ്യാം. ഓക്കെ, MRL എന്ന് പറയുമ്പോൾ L എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു പോയിൻറ്റ് ഒരു പ്ലെയിൻ ചൂസ് ചെയ്യുക, ആ ഒരു പ്ലെയിനിൽ നിന്ന് ഡിഫറെൻറ്റ് മാസസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു L1 L2 L3 നിങ്ങൾ എടുത്തു പോകേണ്ടത്. ഓക്കെ, നമുക്കൊരു 2 പ്ലെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു 3-4 പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്ലെയിൻ ഫിക്സ് ചെയ്യുക, ആ ഒരു പ്ലെയിനിൽ നിന്ന് ഫസ്റ്റ് പ്ലെയിൻ, സെക്കൻഡ് പ്ലെയിൻ, തേർഡ് പ്ലെയിൻ, അങ്ങനെ L1 L2 L3 ഡിസ്റ്റൻസ് എടുത്ത് പോവുക. സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരക്കുക. സോ അഗെയിൻ എന്താണ്, ക്ലോസ് ചെയ്യുക, ആ ഒരു വെക്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടത്, അതായത് ആ ഒരു പോളിഗണ ക്ലോസ്ഡ് പോളിഗൺ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആഡ് ചെയ്യേണ്ടുന്ന കൗണ്ടർ മാസ് അല്ലെങ്കിൽ MRൻ്റെ ആൻസർ ആയിട്ട് വരുന്നു. If M1 and M2 are two masses revolving diametrically opposite to each other in different planes such that MR1 is equal to MR2, the centrifugal force are balanced but unbalanced couple of magnitude MR1L MR2L is introduced. The couple acts in plane that contain axis of rotation and two masses. Thus couple is of constant magnitude but variable in direction. അപ്പോൾ എന്താണ്, ഒരു 2 മാസ് സിസ്റ്റമാണെന്ന് വിചാരിക്കുക, ഡയമട്രിക്കലി ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് അവരുടെ ഡിസ്റ്റൻസ് സെയിം ആണ്, ദെൻ ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ്, MR1 ഈക്വൽ ടു MR2 ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഫോഴ്സ് ബാലൻസ്ഡ് ആണെന്ന്. പക്ഷേ എന്തായിരിക്കും അവിടെ ഒരു അൺബാലൻസ്ഡ് കപ്പിൾ ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു കപ്പിൾ എന്തായിരിക്കും, കപ്പിൾ ആക്ട് ഇൻ എ പ്ലെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് 2 മാസസ്. അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതുപോലെ തന്നെ ഈ 2 മാസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കപ്പിൾ ഉണ്ടായിരിക്കുക. സോ ദ കപ്പിൾ ഈസ് കോൺസ്റ്റൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ബട്ട് വേരിയബിൾ ഇൻ ഡയറക്ഷൻ. സോ ഇപ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് വേരിയബിൾ ഡയറക്ഷനുള്ള കപ്പിളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫറൻസ് ഓഫ് എ ഫോഴ്സ് ഫ്രം വൺ പ്ലെയിൻ ടു അനദർ. സോ അപ്പോൾ എന്താണ്, ഒരു പ്ലെയിനിൽ ട്രാൻസ്ഫറൻസ് ഓഫ് എ ഫോഴ്സ് ഫ്രം വൺ പ്ലെയിൻ ടു അനദർ. സോ ഇപ്പോൾ എന്താണ്, ഒരു പ്ലെയിനിൽ നിന്ന് എന്താണ് ഫോഴ്സ് വേറൊരു പ്ലെയിനിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് M be the mass at a radius r rotating in a plane at a distance L from another plane. സോ ഇപ്പോൾ എന്താണ്, നമ്മൾ ഇതിനകത്ത് ഈ ഒരു പ്ലെയിൻ നോക്കുക, ഈ ഒരു പ്ലെയിനിനകത്ത് എന്തുണ്ട്, M എന്ന് പറയുന്നൊരു മാസ് 6 ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് എൻ L ഡിസ്റ്റൻസ് ഫ്രം ദി പ്ലെയിൻ ടു. സോ സെക്കൻഡ് പ്ലെയിനിൽ നിന്ന് എന്താണ്, L ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് പ്ലെയിൻ ഇരിക്കുന്നത്. ദ equilibrium of the system does not change if two equal and opposite forces F1 equal to F2 is equal to MR are added in later plane. സോ ഇപ്പോൾ സെക്കൻഡ് പ്ലെയിനിൽ നമ്മൾ എന്താണ്, F1 ആൻഡ് F2 അതായത് 2 ഫോഴ്സസ് വിച്ച് ഈസ് ഈക്വൽ ടു MR ആഡഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ F1ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, F2 സെക്കൻഡ് പ്ലെയിനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എന്താണ്, വിച്ച് വുഡ് നോട്ട് എഫക്ട് ദി ഓർ വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഈക്വിലിബ്രിയം. ഓക്കെ, the net effect would be a single force F1 in the second plane having direction of original force E along with a couple MRL formed by the force MR and F2 in plane containing these forces and the shaft. So the net effect എന്ന് പറയുന്നത് എന്തായിരിക്കും, സിംഗിൾ ഫോഴ്സ് F1 ആയിരിക്കും which is equal to M1 in the second plane having the direction of original force along with a couple MRL formed by the force MR and F2 in plane containing these force and the shaft. ഇപ്പോൾ സെക്കൻഡ് പ്ലെയിനിൽ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, F1 ആയിരിക്കും, അതല്ലെങ്കിൽ MR, അതായത് ഒറിജിനൽ ഫോഴ്സ്
M into R ആയിരിക്കും. Having the direction of original force along with a couple MRL formed by the force MR. Then second plane എന്തുണ്ടായിരിക്കും ഒരു MRL എന്ന് പറയുന്ന ഒരു കപ്പിൾ കൂടി എന്തുണ്ടാവും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും by the force MR. Then F2 in a plane containing these force and F2 in a plane containing these forces and the shaft. As the moment of couple is same about any point in its plane, the couple may be assumed to be rotate the shaft about the point O. So ഇപ്പോൾ കപ്പിളിൻ്റെ മൊമെൻ്റ് എന്തായിരിക്കും ഈ ഒരു പ്ലെയിനിൽ ഏത് പോയിന്റിലും സെയിം ആയിരിക്കും ആൻഡ് കപ്പിൾ മേ ബി അസ്യൂം ടു റൊട്ടേറ്റ് ദ ഷാഫ്റ്റ് അബൌട്ട്. സോ അപ്പോൾ ഈ ഒരു കപ്പിളായിരിക്കും എന്ത് ചെയ്യുന്നത് O എന്ന് പറയുന്ന പോയിന്റിന് അബൌട്ടായിട്ട് ഈ ഒരു ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. The axis of rotation of the couple is thus align OA drawn perpendicular to shaft through A through O. Then അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കപ്പിളിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെയായിരിക്കും ലൈൻ OA ആയിരിക്കും ദെൻ വിച്ച് ഈസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദി ഷാഫ്റ്റ് OA. സോ ഇപ്പോൾ ഒരു ഷാഫ്റ്റിൽ ഈ ഒരു ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓയിലൂടെ വരച്ചിട്ടുള്ള ആ ഒരു O എന്ന് പറയുന്ന ലൈനായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ കപ്പിളിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പറയുന്നത്. എ ലൈൻ ഡ്രോൺ പാരലൽ ടു ദി ആക്സിസ് ആൻഡ് ടു സ്യൂട്ടബിൾ സ്കെയിൽ ക്യാൻ റെപ്രസെൻറ്റ് കപ്പിൾ വെക്ടോറിയലി ദ സെൻസ് ഓഫ് റൊട്ടേഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് കോക്ക് സ്ക്രൂ റൂൾ ദാറ്റ് ഈസ് ഫോർ എ ക്ലോക്ക് വൈസ് കപ്പിൾ. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു O എന്ന് പറയുന്ന ആ ഷാഫ്റ്റിനെ അലോങ്ങായിട്ട് വരച്ചിട്ടുള്ള ലൈൻ വെക്ടർ എന്ന് പറയുന്നത്. സോ എ ലൈൻ ഡ്രോൺ പാരലൽ ടു ദ ആക്സിസ് ആൻഡ് ടു സ്യൂട്ടബിൾ സ്കെയിൽ ക്യാൻ റെപ്രസെൻറ്റ് ദി കപ്പിൾ വെക്ടോറിയൽ. സോ ഇപ്പോൾ എന്താണ് ഈ ഒരു വെക്ടറിനെ നമുക്ക് എന്താണ് ഈ ഒരു കപ്പിളിനെ നമുക്ക് വെക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലെ ഈ ഒരു ഷാഫ്റ്റ് O എന്ന് പറയുന്ന അതായത് ഷാഫ്റ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് O വരച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ എന്ത് ചെയ്യുക OAക്ക് അലോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വെക്ടർ ലൈൻ വരക്കാം വിച്ച് റെപ്രസെൻറ്റ് ദി കപ്പിൾ. ദ സെൻസ് ഓഫ് റൊട്ടേഷൻ ഫോർ എ ഗിവൺ വിച്ച് ഈസ് ഗിവൺ ബൈ ദി റൈറ്റ് ഹാൻഡ് കോക്ക് സ്ക്രൂ. സോ അപ്പോൾ എന്താണ് അതിൻ്റെ റൊട്ടേഷൻ്റെ സെൻസ് അതായത് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് റൈറ്റ് ഹാൻഡ് കോക്ക് സ്ക്രൂ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ അത് അതിന് വേണ്ടിയിട്ടാണ് ക്ലോക്ക് വൈസ് കപ്പിളാണെങ്കിൽ ദ ഡയറക്ഷൻ ഈസ് ടു ബി അവേ ഫ്രം ദ വ്യൂവർ. ഹൗവർ ഇൻ ബാലൻസിങ് പ്രോബ്ലം ഇറ്റ് ബിക്കം കൺവീനിയൻറ്റ് ഇഫ് കപ്പിൾ വെക്ടേഴ്സ് ആർ ഡ്രോൺ ബൈ turning them through 90 degree by drawing them parallel to force vectors. This does not affect their relative position. So ഇപ്പോൾ എന്താണ് the direction of viewer ഇന്ന് എന്തായിരിക്കും എവയായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് ബാലൻസിങ് പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കപ്പിൾ വെക്ടറിനെ വരക്കാം ബൈ ഡ്രോയിങ് ദം പാരലൽ ടു ഫോഴ്സ് വെക്ടേഴ്സ്. ദിസ് ഡസ് നോട്ട് എഫക്ട് ദർ റിലേറ്റീവ് പൊസിഷൻ. സോ ഇപ്പോൾ എന്താണ് ഫോഴ്സ് വെക്ടറിന് പാരലായി വരച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ മാറില്ല. സോ ഇപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഫോഴ്സ് പോളിഗൺ വരക്കുന്നുണ്ടല്ലോ നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു MRL വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കപ്പിൾ പോളിഗണും വരക്കാം. സോ ഇപ്പോൾ എന്താണ് അത് എക്സാക്ട്ലി വരുന്നത് എങ്ങനെയായിരിക്കും ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. സോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അതിനെ അലോങ് അതായത് ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം കപ്പിൾ വെക്ടേഴ്സ് വരക്കാം. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോഴ്സ് വെക്ടറിന് പാരലായിട്ട് തന്നെ വരക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് കപ്പിൾ ഫോഴ്സ് പോളിഗൺ വരക്കുന്നതിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഫോഴ്സ് പോളിഗൺ MR വെച്ചിട്ടാണ് ഓരോ വെക്ടറും വരക്കുന്നത്. ദെൻ കപ്പിൾ പോളിഗൺ ആകുമ്പോൾ MRL വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത്. സോ ഇപ്പോൾ MRL വെച്ചിട്ട് എന്ത് ചെയ്യാം ഫോഴ്സ് പോളിഗൺ പാരലായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കപ്പിൾ പോളിഗൺ വരച്ചു പോകാം. സോ അപ്പോൾ ഇതാണ് MR എന്ന് പറയുന്ന ഫോഴ്സ് വെക്ടർ, ഇതാണ് MRL എന്ന് പറയുന്ന കപ്പിൾ വെക്ടർ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് സെയിം ഇതാണ് എന്ത് പാരലായിട്ടാണ് വരച്ചിട്ടുള്ളത്, സെയിം ഡയറക്ഷനിലാണ് വരച്ചിട്ടുള്ളത്. എക്സാക്ട്ലി എന്തെടുക്കും 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടായിരിക്കും ആംഗിളുകൾ തമ്മിൽ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ വരക്കാം. ദെൻ കപ്പിൾ പോളിഗൺ ഫോഴ്സ് പോളിഗൺ എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാം അതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വെക്ടർ ആയിരിക്കും എന്ത്. സോ ഇതിൽ ഫോഴ്സിലാണെങ്കിൽ MR വരുന്നതും കപ്പിളിലാണെന്നുണ്ടെങ്കിൽ MRL വരുന്നതും. എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് such as O and perpendicular to axis of shaft is called reference plane. സോ ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഓയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനെ നമുക്ക് എന്ത് വിളിക്കാം
റെഫറൻസ് പ്ലെയിൻ എന്ന് വിളിക്കുക. അതർ മാസസ് ആക്ടിങ് ഇൻ ഡിഫറൻറ്റ് പ്ലെയിൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു റെഫറൻസ് പ്ലെയിൻ ഇൻ സിമിലർ മാനർ ആസ് ഡിസ്കസ്ഡ് അബവ്. അപ്പോൾ എന്താണ് നമ്മൾ എം ആർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, അതായത് ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന എം മാസ് കാരണമുള്ള എന്താണ് അതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസും കാരണമുള്ള ഫോഴ്സിനെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 എന്ന് പറയുന്ന പ്ലെയിനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണ് ഇപ്പോൾ ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഫോഴ്സും, അതായത് എല്ലാ മാസും ഡിഫറെൻറ്റ് പ്ലെയിനിൽ ഡിഫറെൻറ്റ് മാസസ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഡിഫറെൻറ്റ് റേഡിയൽ ഡിസ്റ്റൻസിൽ. സോ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഒരു പ്ലെയിനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ആ ഒരു പ്ലെയിനിലുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ഒരു ഫോഴ്സ് വെക്ടർ, അതായത് നമ്മൾ ഇൻ പ്ലെയിനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോഴ്സ് പോളിഗൺ വരക്കുന്നത്. സോ അപ്പോൾ സെയിം മാനറിൽ, അതായത് ഇൻ പ്ലെയിൻ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് അത് ചെയ്തത്, ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് ഒറ്റ പ്ലെയിനിലേക്ക് എല്ലാ ഫോഴ്സും ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു പ്ലെയിനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫോഴ്സ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് ഫോഴ്സ് പോളിഗൺ വരക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എം ആർ എൽ വെച്ചിട്ട് നമുക്ക് കപ്പിൾ പോളിഗൺ വരക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിഫറെൻറ്റ് പ്ലെയിനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള ഡൈനാമിക് ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ, അത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക, അതേപോലെ തന്നെ മാത്തമാറ്റിക്കലി നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു ഡിഫറെൻറ്റ് മാസസ്, അതായത് ഡിഫറെൻറ്റ് പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് മാസസ് വരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം, ഒറ്റ പ്ലെയിനിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫറൻസ് ഓഫ് ലൈൻ അല്ലെങ്കിൽ ഫോഴ്സ് ട്രാൻസ്ഫറൻസ് പറയുന്നത്. ഓക്കെ, so balancing of several masses in different planes. അപ്പോൾ let there be a rotor revolving with a uniform angular velocity omega, mass m1, m2, m3 are masses attached to the rotor at a radii r1, r2, r3 respectively. സോ ഇപ്പോൾ എന്താണ്, ഒരു റോട്ടർ കൺസിഡർ ചെയ്യുക, അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ഒമേഗ, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുള്ളത് ഒമേഗയാണ്. ദെൻ അതിനകത്ത് m1 മാസ്, m2 മാസ്, m3 മാസ് അറ്റ് എ റേഡിയൽ ഡിസ്റ്റൻസ് r1, r2, r3 എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. Rotates in plane 1, 2, 3 respectively. Choose a reference plane at O so that the distance of the plane 1, 2, 3 from O are L1, L2, L3. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു O എന്ന് പറയുന്ന ഇതാണ് O എന്ന് പറയുന്ന O എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ, ഒരു O എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ചൂസ് ചെയ്യുക. ദെൻ O എന്ന് പറയുന്ന റെഫറൻസ് പ്ലെയിനിന് എന്ത് ചെയ്യുക, L1 ഡിസ്റ്റൻസിലാണ് നമ്മുടെ M1 മാസുള്ള പ്ലെയിൻ, ദെൻ L2 ഡിസ്റ്റൻസിലാണ് നമ്മുടെ M2 മാസുള്ള പ്ലെയിൻ, L3 ഡിസ്റ്റൻസിലാണ് നമ്മുടെ ആ ഒരു M3 മാസുള്ള പ്ലെയിൻ എടുക്കുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്ഫറൻസ് ഓഫ് ഈച്ച് അൺബാലൻസ്ഡ് ഫോഴ്സ് ടു ദ റെഫറൻസ് പ്ലെയിൻ ഇൻട്രൊഡ്യൂസ് ലൈക്ക് നമ്പർ ഓഫ് ഫോഴ്സസ് ആൻഡ് കപ്പിൾ. ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇൻ റെഫറൻസ് പ്ലെയിൻ ആർ m1 r1 omega square, m2 r2 omega square, m3 r3 omega square acting radially outward. സോ അപ്പോൾ അതിൽ റെഫറൻസ് പ്ലെയിനിൽ വരുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ് ഏതൊക്കെ ആയിരിക്കും, m1 r1 സ്ക്വയർ അപ് ടു m3 r2 സ്ക്വയർ r2 ഒമേഗ സ്ക്വയർ ആയിരിക്കും. ദെൻ അൺബാലൻസ്ഡ് കപ്പിൾ ഇൻ റെഫറൻസ് പ്ലെയിൻ ആർ mr1 l1 ഒമേഗ സ്ക്വയർ ആൻഡ് mr2 l2 ഒമേഗ സ്ക്വയർ, mr3 l3 omega square, which may be represented by vectors parallel to respective force vectors parallel to respective radii m1 r1 m3. സോ ഇപ്പോൾ എന്താണ്, നമുക്ക് ഇതിനെ ഈ എം ആറിനെ അതുപോലെ തന്നെ എം ആർ എല്ലിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റേഡിയയ്ക്ക് അവർക്ക് പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോഴ്സ് വെക്ടറിനെയും പോളിഗൺ അതുപോലെ ഫോഴ്സ് വെക്ടറിനെയും കപ്പിൾ വെക്ടേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, represent ചെയ്യാൻ പറ്റും. ഫോർ കംപ്ലീറ്റ് ബാലൻസിങ് ഓഫ് റോട്ടോർ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആൻഡ് റിസൾട്ടൻറ്റ് കപ്പിൾ ഷുഡ് ബി 0. സോ അപ്പോൾ എന്ത് ചെയ്യണം, ബാലൻസിങ്ങിൻ്റെ കണ്ടീഷൻ എന്താണ്, അഗെയിൻ റിസൾട്ടൻറ്റ് ഷുഡ് ബി 0 എന്നുള്ളതാണ്. സോ mr1 omega square plus mr2 omega square plus mr3 omega square is equal to 0 for the force. Then mr1 l1 omega square plus mr2 l2 omega square plus mr3 l3 omega square is equal to 0. This is for the couple. ഇതെന്താണ്, ഇത് രണ്ടും 0 ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു റോട്ടർ ബാലൻസിങ് ആണെന്ന് പറയാൻ പറ്റും. ഇഫ് ഇക്വേഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ ദർ ഈസ് എൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് കപ്പിൾ. ഇപ്പോൾ എന്താണ്, ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈക്വൽ ടു 0 അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്തുണ്ടായിരിക്കും, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് കപ്പിളും ഉണ്ടായിരിക്കും. എമാസ് പ്ലേസ്ഡ് ഇൻ റെഫറൻസ് പ്ലെയിൻ മേ ബി സാറ്റിസ്ഫൈ ഇക്വേഷൻ ബട്ട് കപ്പിൾ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഓൺലി ബൈ 2 ഈക്വൽ ഫോഴ്സ് ഇൻ ഡിഫറൻറ്റ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ദസ് ഇൻ ജനറൽ 2 പ്ലെയിൻ ആർ നീഡഡ് ടു ബാലൻസ് എ സിസ്റ്റം ഓഫ് റൊട്ടേറ്റിംഗ് മാസസ്. അപ്പോൾ എന്താണ്, ഇവിടെ
നമുക്കെന്താണ് ഇപ്പോൾ ഇതൊരു സിംഗിൾ പ്ലെയിനിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തു. സോ ഇപ്പോൾ സിംഗിൾ പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, അൺബാലൻസ്ഡ്, അതായത് മാസസ് കാരണമുള്ള അൺബാലൻസ് ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൗണ്ടർ മാസ് ആഡ് ചെയ്താൽ മതി അറ്റ് എ റേഡിയൽ ഡിസ്റ്റൻസ്. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, സിംഗിൾ പ്ലെയിനിലല്ല ആക്ട് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു കപ്പിളും കൂടി എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് റെഫറൻസ് പ്ലെയിനിൽ എന്ത് ചെയ്യേണ്ടി വരും, 2 മാസം ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, therefore in order to satisfy the equation, so നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് 2 കൗണ്ടർ മാസസ്, ദാറ്റ് ഈസ് MC1 ആൻഡ് MC2 അറ്റ് റേഡിയൈ RC1 ആൻഡ് RC2. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോഴ്സിനകത്ത്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ സ്റ്റാറ്റിക് ബാലൻസിനകത്ത് നമ്മൾ ഒറ്റ മാസം ആഡ് ചെയ്തിട്ടുള്ളൂ, ഈ ഡൈനാമിക് ബാലൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 മാസം ആഡ് ചെയ്യേണ്ടി വരും. സോ MR1L1 omega square plus MR2L2 MR2 omega square M3RT omega square MC1 RC1 omega square plus MC2 RC2 omega square is equal to 0. സോ ഇപ്പോൾ അതാണ് എന്ത് പുതിയ ഫോഴ്സിൻ്റെ കണ്ടീഷൻ വരുന്നത്. ദെൻ അടുത്ത കേസ്, സോ ഇപ്പോൾ ഇതിൽ നിന്ന് ഒമേഗ സ്ക്വയർ എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം, എന്താണ് എല്ലാത്തിലും ഉണ്ട്. ദെൻ ഇപ്പോൾ നമുക്ക് പുതിയ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, MR1 പ്ലസ് M1R1 plus M2R2 M3R3 plus MC1RC1 plus MC2RC2 is equal to 0 എന്ന് എഴുതാം. ദെൻ അതിനെ നമുക്ക് സം ഓഫ് MR പ്ലസ്, സോ ഇതിനെ നമുക്ക് എന്തോ സഫിക്സിൽ ഒരു ഐയും കൂടി ഇട്ട് കൊടുക്കുക, കാരണം ഇതെന്താണ് സം ഓഫ് ദ ഫോഴ്സസ് ആണ്. ദെൻ പ്ലസ് MC1RC1 പ്ലസ് MC2RC2 ഈക്വൽ ടു 0. ഇതാണ് ഫോഴ്സിൻ്റെ കണ്ടീഷൻ. ഇനി അടുത്തത്, ലെറ്റ് ടു കൗണ്ടർ മാസ് പ്ലേസ്ഡ് ഇൻ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ to axial locations O and Q, the counter mass MC1 be placed in reference plane at a distance of plane MC to LC2 from reference plane. സോ ഇപ്പോൾ നമ്മൾ Q എന്ന് പറയുന്ന പ്ലെയിനിലും അതേപോലെ തന്നെ O എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സ് പ്ലെയിൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പുതിയ മാസസ് ആഡ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് ടു കൗണ്ടർ മാസ് ബി പ്ലേസ്ഡ് ഇൻ ട്രാൻസ്വേഴ്സ് പ്ലെയിൻസ് at axial location O and Q, that is counter mass MC1 placed in reference plane and distance of the plane MC2 BLC2 from reference plane. സോ അപ്പോൾ നമ്മൾ എന്താണ് O എന്ന് പറയുന്ന, അതായത് റെഫറൻസ് പ്ലെയിനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, C1 ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ റെഫറൻസ് പ്ലെയിനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് കൗണ്ടർ മാസ് ആഡ് ചെയ്യുന്നത്. ദെൻ LC2 ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത മാസം ആഡ് ചെയ്യുക, അതായത് സെക്കൻഡ് മാസം എന്ത് ചെയ്യുക, സെക്കൻഡ് കൗണ്ടർ മാസ് Q എന്ന് പറയുന്ന ഒരു പ്ലെയിനകത്ത് എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ LC2 ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലെയിനിൽ നമ്മൾ ആ ഒരു മാസം ആഡ് ചെയ്യുക, കൗണ്ടർ മാസം ആഡ് ചെയ്യുക. സോ ദാറ്റ് ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ഓൻ അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുക, മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് M1R1L1 ഒമേഗ സ്ക്വയർ പ്ലസ് M2R2L2 ഒമേഗ സ്ക്വയർ പ്ലസ് M3RT ഒമേഗ സ്ക്വയർ പ്ലസ് MC2RC2 LC2 ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ അതിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, O എന്ന് പറയുന്ന പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്താവും, ആ ഒരു പ്ലെയിനിലെ മാസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. സോ നമുക്ക് LC1 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയി പോകും. ഓക്കെ, റെഫറൻസ് പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് മാസ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ റിമൈനിങ് മാസസിൻ്റെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൊമെൻറ്റ് എടുക്കുക. സോ ഇതിൽ ഒമേഗ ക്യാൻസൽ ചെയ്യുക, ഒമേഗ സ്ക്വയർ. സോ M1R1L1 plus M2R2L2 plus M3R3 plus MC2RC2 LC2 is equal to 0. So sum of MRL plus MC2RC2 LC2 is equal to 0. So ഇപ്പോൾ ഇതാണ് എന്ത് പുതിയ ഇക്വേഷൻ. ദിസ് നെസസറി കണ്ടീഷൻ ഫോർ ഡൈനാമിക് ബാലൻസിങ് ഓഫ് ദ റോട്ടോർ അഗെയിൻ ഇക്വേഷൻ ക്യാൻ ബി സോൾവ്ഡ് മാത്തമാറ്റിക്കലി ഓർ ഗ്രാഫിക്കലി. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇക്വേഷൻസ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ അത് നമുക്ക് ഫോഴ്സിൻ്റെ കേസിലാവുമ്പോൾ എന്തുണ്ട്, 2 മാസം വരുന്നുണ്ട്. ദെൻ ഇവിടെ എന്താണ് മൊമെൻ്റ് എടുത്തിട്ടുള്ള കാരണം, എബൌട്ട് ദ പോയിൻറ്റ് O എടുത്തിട്ടുള്ള കാരണം എന്താണ്, നമുക്ക് അതായത് MC2 സെക്കൻഡ് മാസം മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഈ ഇക്വേഷനാണ്. ഓക്കെ, അതായത് കപ്പിളിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എങ്ങനെയാണ്, എലോങ് എക്സും എലോങ് വൈയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിസോൾവ് ചെയ്യേണ്ടി വരും ഈ ഫോഴ്സസിനെ. സോ MRL cos theta plus MC2RC2 LC2 cos
cos theta C2 is equal to 0. Then അതിൻ്റെ സൈൻ കമ്പോണൻറ്റ് അതായത് സം ഓഫ് എം ആർ എൽ സൈൻ തീറ്റ പ്ലസ് എം C2 ആർ C2 എൽ C2 സൈൻ തീറ്റ C2 is equal to 0. സോ അതിൽ എന്ത് വരും നമുക്ക് എം C2 ആർ C2 എൽ C2 cos theta C2 is equal to മൈനസ് സം ഓഫ് എം ആർ എൽ cos theta എന്ന് വരും. ദെൻ എം C2 ആർ C2 എൽ C2 sin theta C2 is equal to മൈനസ് സം ഓഫ് എം ആർ എൽ sin theta എന്ന് വരും. അഗെയിൻ എം C2 ആർ C2 എൽ C2 is equal to നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി ഈ രണ്ട് ഇക്വേഷനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, എം C2 ആർ C2 എൽ C2 is equal to root of സം ഓഫ് എം ആർ എൽ cos theta the whole square പ്ലസ് സം ഓഫ് എം ആർ എൽ sin theta the whole square എന്ന് കിട്ടും. ദെൻ അടുത്തത് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതായത് തീറ്റ കാണാൻ അല്ലെങ്കിൽ സ്ലോപ്പ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക, y by x ആണ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ tan theta is equal to സം ഓഫ് ദ സൈൻ കമ്പോണൻറ്റ് അതല്ലെങ്കിൽ മൈനസ് എം ആർ എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ മൈനസ് സം ഓഫ് എം ആർ എൽ കോസ് തീറ്റ ചെയ്യുക. അതായത് y കമ്പോണൻറ്റും x കമ്പോണൻറ്റിനും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ വാല്യൂസ് എം C2 തീറ്റ C2 ഫ്രം എബവ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എം C2 തീറ്റ C2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 14.8 നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോറി, ഫോഴ്സിൻ്റെ ഇക്വേഷൻ അല്ല, ഈ ഒരു കപ്പിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കപ്പിളിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ സം ഓഫ് എം ആർ പ്ലസ് എം C1 ആർ സി. ഇതിലെന്താണ് എം C2 ആർ C2, അതായത് ഈ എം C2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കിട്ടും. ദെൻ തീറ്റ C2 കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൽ ഡിസ്റ്റൻസ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് വെച്ചിട്ട് അടുത്തത് ഫോഴ്സ് ഇതുപോലെ തന്നെ ചെയ്യുക. ഫോഴ്സ് എന്ത് ചെയ്യുക, ആ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. ഇനി അടുത്തത് ടു സോൾവ് ഗ്രാഫിക്കലി ഫസ്റ്റ് couple polygon is made by adding non-vectors and considering each vector parallel to radial line of mass, then closing the vector എം C2 ആർ C2 എൽ C2. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ കപ്പിൾ പോളിഗണിൽ എന്ത് ചെയ്യുക, എം C2 ആർ C2 ആണ് നമ്മുടെ എന്ത് ചെയ്യുക ക്ലോസിംഗ് വെക്ടർ വരിക. ദ ഡയറക്ഷൻ വിച്ച് സ്പെസിഫൈ ദി ആംഗുലർ പൊസിഷൻ ഓഫ് കൗണ്ടർ മാസ് എം C2 ഇൻ പ്ലെയിൻ Q. Then solve the equation and make a force polygon adding the non-vectors with the vector എം C2 ആർ C2. സോ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റ് ഈ ക്ലോസിംഗ് വെക്ടറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എം ആർ എൽ വരുന്നത്. സോ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, എം C2 ആർ C2 എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോഴ്സ് വെക്ടർ അല്ലെങ്കിൽ ഫോഴ്സ് പോളിഗൺ എന്ത് ചെയ്യുക, ഫോഴ്സ് പോളിഗൺ വരക്കുക. എഗെയിൻ അതിലെന്ത് ചെയ്യുക, അതിനെ ക്ലോസിംഗ് വെക്ടർ വരുന്നത് എം C1 ആർ C1 ആയിരിക്കും. അതിന് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി കൗണ്ടർ മാസ് എം C1. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും എം C1 എന്ന് പറയുന്ന കൗണ്ടർ മാസിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് അറിയാൻ പറ്റും. ഇത് ഫോഴ്സ് പോളിഗൺ ക്ലോസ് ചെയ്യുമ്പോൾ റെപ്രസെൻറ്റ് ദ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസ് ഓൺ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാതെ ഈ ഒരു ഷാഫ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡൈനാമിക് ബാലൻസിങ് വരുന്നത്. സിമ്പിളാണ്. സ്റ്റാറ്റിക് ബാലൻസിങ്, ഡൈനാമിക് ബാലൻസിങ്, അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ട്രാൻസ്ഫറൻസ് ഓഫ് ലൈൻ വരുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ട്രാൻസ്ഫറൻസ് വരുന്നത്. സോ ഇനി വരുന്നത് എന്താണ്, ഫോഴ്സ് ബാലൻസിങ് ഓഫ് ലിങ്കേജ് ആണ്. അപ്പോൾ ഇനി എന്താണ്, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്താ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഇതിലെന്താണ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസ്, അതുപോലെ തന്നെ ലോക്കോമോട്ടീവിൻ്റെ ബാലൻസിങ്, അതേപോലെ തന്നെ ബാലൻസിങ് മെഷീൻസ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി പിന്നെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വരുന്നത് സെക്കൻഡറി ബാലൻസിങ്, അത് പിന്നെ പാർഷ്യൽ ബാലൻസിങ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ഇൻലൈൻ എൻജിൻ, വി എൻജിൻ ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട് ഇതിനകത്ത്. മറ്റൊരു വീഡിയോയിനകത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും അതൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.